എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഒരു ഡേറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ ഡേറ്റാസ് എൻട്രി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് ഓരോന്നും എൻട്രി ചെയ്ത് ഇങ്ങനെ നീക്കിയാണ് നമ്മൾ എക്സലിൽ ചെയ്യാറുള്ളത്. ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എൻട്രി ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എക്സലിൽ ഇത് അപ്ഡേറ്റ് ആവണം. ഈ ഒരു ഡേറ്റയിൽ ഇത് അപ്ഡേറ്റ് ആവണം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു ഡേറ്റ എൻട്രി ഫോമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻവോയ്സ് ബില്ലിങ്ങിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ബില്ലിങ്ങിന് തന്നെയല്ല, എല്ലാ കാര്യത്തിനും നമുക്കിങ്ങനെ എൻട്രി ചെയ്യേണ്ട കാര്യമേ ഇല്ല. എക്സലിൽ ഇങ്ങനെ ഓരോ സെല്ലും ഇങ്ങനെ മാറ്റി മാറ്റി നമുക്കിങ്ങനെ എൻട്രി ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഈ ഫോമിൽ എൻട്രി ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആവും. താഴെ ഈ ഒരു ബോക്സിൽ നമുക്ക് ഇത് അപ്ഡേറ്റ് ആവും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മൈക്രോ പ്രോഗ്രാം ഉപയോഗിച്ചാണ്, VBAയുടെ ഒരു മൈക്രോ പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് കോഡിങ്ങൊക്കെ നമ്മൾ ഉപയോഗിച്ചാണ് നമ്മളിതുപോലെ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കേണ്ടത്. പക്ഷേ നമുക്കൊരു മൈക്രോ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഇതുപോലൊരു ഡേറ്റ എൻട്രി ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഡേറ്റ എൻട്രി ഫോമാണ്. ഇത് നമ്മുടെ ഡേറ്റാബേസ്, നമ്മൾ അടിച്ചു വച്ചേക്കുന്ന ഡേറ്റാബേസ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് എൻട്രി ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ഡേറ്റ് ആവണം. ഇപ്പോൾ ലാപ്ടോപ്പ് നല്ല ഇവിടെ കിടക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു ഐറ്റം കോഡ് ഇവിടെ ടൈപ്പ് അടിക്കുകയാണ്. ഐറ്റം കോഡ് ഞാൻ അടിച്ചു. ഇതാണ് നമ്മുടെ ഐറ്റം കോഡ്. ഐറ്റം നെയിം എന്ന് പറയുന്നത് പ്രിൻ്ററാണ്. ഞാൻ പുതിയതായിട്ട് വാങ്ങിക്കുന്നത് പ്രിൻ്റർ. ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നു. 10 എണ്ണം വാങ്ങിക്കാൻ, 2 എണ്ണം, ഒരു 2 പ്രിൻ്റർ വാങ്ങിച്ചു. യൂണിറ്റ് പ്രൈസ് എത്ര ആണെന്ന് ചോദിക്കുന്നു. 10,000 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ അതിൻ്റെ ടോട്ടല്, അതിൻ്റെ GST കണ്ടോ, ഒരു ടോട്ടൽ എത്ര ഉണ്ട്, GST 18% ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ നീക്കിയിട്ട് ഞാനിവിടെ സേവ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോണം അത് കണ്ടോ, പ്രിൻ്റർ 2 എണ്ണം ഇവിടെ എൻട്രായി. മുമ്പ് ഇവിടെ ലാപ്ടോപ്പായിരുന്നു, ഇപ്പോൾ പ്രിൻ്ററാണ്. നമുക്ക് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യുകയാണ്. ഈ 1 2 3 4 ഓക്കെ. അപ്പോൾ ഇവിടെ അതല്ല കിടക്കുന്നത് കേട്ടോ, പ്രിൻ്ററാണ് കിടക്കുന്നത്. ഞാനിവിടെ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുന്നത് മൗസ് എന്നാണ് കൊടുക്കുന്നത്. മൗസ് ക്വാണ്ടിറ്റി 2, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500. എന്നിട്ട് ഞാൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അതിൻ്റെ ടോട്ടലൊക്കെ വരും. അതിൻ്റെ GST എത്രയാണ്, ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ്, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ പ്രിൻ്ററിൽ കിടക്കുവാണ്. നമ്മൾ വാങ്ങിച്ചത് എന്താ, മൗസാണ്. ഞാൻ ഇവിടെ സേവ് എന്നൊന്ന് പ്രസ് ചെയ്യുമ്പം കണ്ടോണം ഇവിടെ വന്നിട്ട് കണ്ടോ മൗസ് ഇവിടെ വന്നു. 2 നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് അപ്ഡേറ്റ് ആയിക്കോളും. എത്ര GST ആണ്, എത്ര നെറ്റ് എമൗണ്ട്, നമുക്ക് കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല, തന്നെ വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു ഷീറ്റ് എടുത്തു. ഓക്കെ. ഇപ്പം അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഡേറ്റാസ് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ഡേറ്റാസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടാണ് ഇവിടെ ഇങ്ങനെയാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, കുറേ ഡേറ്റാസ് ഉണ്ട്. അതിൻ്റെ പുറത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇൻസെർട്ട് ആവണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഡേറ്റ എൻട്രി ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് അടിച്ചാൽ മതി. നമുക്കിപ്പോൾ ഇങ്ങനെ 2 എണ്ണം ഇങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ വരെ ചെയ്യാം. എടുത്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലൊരു ഫോം ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു ഫോം ഉണ്ടാക്കി കുറച്ച് ഞാനിങ്ങനെ നീക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇത്രയും പാർട്ട് കോപ്പി എന്ന് പറയണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാനൊന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ടൈപ്പ് അടിക്കണേ. നിങ്ങൾ എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും ഭാഗം ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം എന്നിട്ട് ഇത്രയും ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ഒന്ന് ഔട്ട് സൈഡിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ ഞാൻ ഈ ബട്ടൺ എടുത്തിട്ട് ഞാനൊരു ഇതെടുത്ത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഭാഗം ഞാൻ എടുത്തിട്ട് അവിടെ വൈറ്റാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓൾ ബോർഡർ എടുത്തു. ഓൾ ബോർഡർ ലൈൻ ഇച്ചിരി തിക്നെസ് വേണമെങ്കിൽ നമ്മളിവിടെ ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എടുക്കണം. ബോർഡർ ആൻഡ് ഷെയ്ഡിങ് എടുത്തിട്ട് ഓൾ ബോർഡർ എടുക്കുക, മോർ ബോർഡർ എടുക്കുക. എടുത്തിട്ട്
ഒരു ഇച്ചിരി തിക്കായിട്ട് വേണമെങ്കിൽ തിക്ക് ലൈൻ എടുത്തിട്ട് ഔട്ട്സൈഡ് ഇൻസൈഡ് എന്ന് പറയാം, എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഒരു ഫോം നമുക്ക് കിട്ടിയില്ലേ. കുറച്ചുകൂടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ സെയിം തന്നെ വരും. എന്നിട്ട് ഈ മേളിൽ ഇൻവോയ്സ് എന്നുള്ളത് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഏറ്റവും മേളിലോട്ട് ഞാൻ എടുക്കുകയാണ്, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഒരു ബോക്സ് കൊടുക്കുക, ഔട്ട്സൈഡ് ഇൻസൈഡ് പറഞ്ഞൊരു ബോക്സ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഏത് കളർ വേണേൽ എടുക്കാം കേട്ടോ, ഞാൻ വെറുതെ ആ കളർ എടുത്തതേ ഉള്ളൂ. ഞാനിങ്ങനെ കളറൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ മെർജ് ചെയ്യുക, ഇവിടെ മെർജ് ചെയ്തു. എന്നിട്ട് അവിടെ ഞാൻ ഇൻവോയ്സ് ഒന്നടിച്ചു. എന്നിട്ട് അതിനെ സൈസൊക്കെ ഒന്ന് കൂട്ടി, കണ്ടോ. അപ്പോൾ ഈ സെയിം തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ സേവ് എന്നൊരു ബട്ടൺ ഇവിടെ വരേണ്ടത്. സേവ് എന്നൊരു ബട്ടൺ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, നമുക്ക് ഇവിടെ ഇൻസെർട്ട് എടുക്കണം. എന്നിട്ട് കണ്ട ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞ എടുത്തിട്ട് അതിനകത്ത് ഷേപ്പുണ്ട്, ഈ ഷേപ്പ് എടുക്കുക, റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുക. നമുക്കിവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് ഞാൻ സേവ് എന്ന് ടൈപ്പ് അടിച്ചു വെച്ചു. എന്നിട്ട് അതിനെ ഞാനൊന്ന് സെലക്ട് ചെയ്തു, സേവിനെ ഒന്ന് സെലക്ട് ചെയ്തു, ഹോമിൽ പ്രസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഞാൻ വലുതാക്കി ഒന്ന് ബോൾഡ് ചെയ്തു. എന്നിട്ട് അതിനൊരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷേപ്പ് എഫക്റ്റ് കണ്ടില്ലേ, ഷേപ്പ് എഫക്റ്റ് എടുത്തിട്ട് ഷേപ്പ് എഫക്റ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബിബിൾസ് എന്ന് പറയാം, ബിബിൾസ്. എന്നിട്ട് ഞാനിത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തു. അപ്പോൾ കണ്ടില്ലേ, മുമ്പ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബൾജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻവോയ്സ് നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി നിങ്ങൾ ടൈപ്പ് അടിച്ച് വെച്ചേക്കണം. ഒരു 2-3 ഐറ്റം അടിച്ച് വെച്ചാൽ മതി. ഐറ്റം കോഡ്, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ, GST 18%, നെറ്റ് എമൗണ്ട്. ഈ ഒരു ഡേറ്റാബേസ് നമ്മളൊരു 4 അടിച്ച് വെക്കുക കേട്ടോ. അടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടൈപ്പ് അടിച്ച് കൊടുക്കുക. മനസ്സിലായില്ല ഇതെങ്ങനെ എൻട്രി ചെയ്യുന്നതെന്ന്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ടൈപ്പ് അടിക്കുക. എന്നിട്ട് ഇവിടെ ലൈൻ എടുക്കുക, പിന്നെ ഇവിടെയും ടൈപ്പ് അടിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടൈപ്പ് ഓൾ ദ ഫോർമാറ്റ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് ഇതുപോലെ തന്നെ ടൈപ്പ് അടിച്ച് ഞാൻ ഇതിനെ ഡിലീറ്റ് ആക്കി കളയാണ്. നമുക്ക് വേണ്ട ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ടൈപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ക്ലിയർ ഓൾ എന്ന് പറയും. എൻ്റെ ഇവിടെ ക്ലിയർ ഓൾ പറയുമ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു. ഇതിനെ നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലുള്ളൊരു ഫോമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ 2-3 ഐറ്റം കോഡ് ഈ കാണുന്ന ഇത് തന്നെയാണ് ഈ ഹെഡിങ്ങും വരേണ്ടത് കേട്ടോ. ഐറ്റം കോഡ്, ഐറ്റം നെയിം, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, ടോട്ടൽ, GST 18%, നെറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ ഏതെങ്കിലും ഒരെണ്ണം ടൈപ്പ് അടിക്കുക. മനസ്സിലായില്ല? ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് അടിച്ചു കൊടുക്കണം. അപ്പം ആദ്യത്തെ ഇതിപ്പോൾ അടിച്ചു കൊടുത്ത ഏതാണ്, മൊബൈലാണ് ലാസ്റ്റ് കിടക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ അടിച്ചു കൊടുക്കേണ്ടത് കമ്പ്യൂട്ടറിൽ നിന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മൊബൈലാണ് ലാസ്റ്റ് കിടക്കുന്നത്. ഞാനിവിടെ വന്ന് ഇപ്പോൾ ഇന്ന് വാങ്ങിക്കുന്ന കമ്പ്യൂട്ടറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനൊരു നമ്പർ അടിച്ചു കൊടുത്തു. അവിടെ ഐറ്റത്തിനൊരു നമ്പർ ഉണ്ടാവും, അടിച്ചു കൊടുത്തു. ഐറ്റം നെയിം എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞത്, കമ്പ്യൂട്ടർ അടിച്ചു കൊടുത്തു. അടുത്ത ക്വാണ്ടിറ്റി, ഞാൻ എത്ര കമ്പ്യൂട്ടർ വാങ്ങിച്ചു, 2 കമ്പ്യൂട്ടേഴ്സ് വാങ്ങിച്ചു. അപ്പോൾ അതിന് യൂണിറ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു. ഒരു കമ്പ്യൂട്ടറിന് 40,000 ഞാൻ വാങ്ങിച്ചത്, 40,000. എന്നിട്ട് ഇവിടെ ടോട്ടൽ കണ്ടില്ലേ, ഈ ടോട്ടൽ എന്നുള്ളിടത്ത് നമുക്കിനിയും ടൈപ്പ് അടിച്ചു കൊടുക്കണ്ട, നമ്മൾ ഈക്വൽ സൈൻ കൊടുക്കുക. എന്നിട്ട് 40,000 നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു ഏതാ ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? യൂണിറ്റ് പ്രൈസ് കണ്ടോ, ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ്. മനസ്സിലായല്ലോ? ഇവിടെ വന്നിട്ട് നമ്മൾ എന്തടിച്ചു കൊടുക്കണം, ഇക്വേഷൻ കൊടുക്കുക. ക്വാണ്ടിറ്റി ഇൻറ്റു യൂണിറ്റ് പ്രൈസ്, D8 ഇൻറ്റു അല്ലെങ്കിൽ D7 ഇൻറ്റു D8 എന്തെങ്കിലും അടിക്കാം. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നല്ലോ. ഇനി 18% ആണ് GST ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ ഇൻറ്റു 18/100. മനസ്സിലായല്ലോ? ടോട്ടൽ ഇൻറ്റു 18/100 അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ GST എമൗണ്ട്. ഇനി ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ്, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈക്വൽ സൈൻ കൊടുക്കുക. ഈ ടോട്ടൽ പ്ലസ് GST ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും ടോട്ടലും GST ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എമൗണ്ടൊക്കെ നമ്മളൊന്ന് ടൈപ്പ് അടിച്ചു കൊടുത്തു അല്ലേ. നമുക്കിവിടെ താഴെ വരണം അത്, അതിനുവേണ്ടി നമ്മളിവിടെ ടൈപ്പ് അടിച്ച് ഇങ്ങനെ കൊടുക്കുക. ഇത്ര മനസ്സിലായല്ലോ? അപ്പം ആദ്യം എന്ത് ചെയ്തു, ഒരു ഫോം ഉണ്ടാക്കി,
അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് അടിച്ച് വെച്ചു. നമ്മൾ സേവ് ബട്ടണും ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, ടൈപ്പ് ഓൾ ദ ഫോർമാറ്റ് ആസ് ഇറ്റ് ഈസ്. എല്ലാം നമ്മൾ ഇതുപോലൊരു ഫോർമാറ്റ്, നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലൊരു ഫോർമാറ്റൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇതുപോലൊരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചു. നമ്പർ 2 സ്റ്റെപ്പ് എന്താണ്? ക്ലിക്ക് ഓൺ വ്യൂ മൈക്രോ, എന്നിട്ട് റെക്കോർഡ് മൈക്രോ എടുക്കണം. പിന്നെ ഗീവ് ദ നെയിം ഓഫ് ദ മൈക്രോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്രയും ടൈപ്പ് അടിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വ്യൂ എടുക്കണം, അല്ലെങ്കിൽ ഡെവലപ്പർ ടാബ് എടുക്കണം. ഡെവലപ്പർ ടാബ് എടുത്ത് റെക്കോർഡ് മൈക്രോ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വ്യൂ എടുത്താലും മൈക്രോ എടുക്കാം, റെക്കോർഡ് മൈക്രോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ചോദിക്കും, പേര് ചോദിക്കുന്നു. ഞാൻ ABCD എന്നുകൊണ്ട് ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഓക്കെ, മനസ്സിലായല്ലോ? ഒരു പേര് കൊടുക്കുക, ഓക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ്? റെക്കോർഡിംഗ് ഓണായിട്ട് കിടക്കുക. തീരുമ്പം എന്ത് ചെയ്യണം? സ്റ്റോപ്പ് റെക്കോർഡിംഗ് പറയണം. ഇപ്പോൾ റെക്കോർഡിംഗ് ഓണാണ് കേട്ടോ, ഓണായി കിടക്കുക. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ക്ലിക്ക് ഓൺ വ്യൂ മൈക്രോ എടുത്തു. ഇനി ഇൻസെർട്ട് 1 more റോ ആഫ്റ്റർ ഹെഡിങ് ഓഫ് ദ ടേബിൾ. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസെർട്ട് 1 more റോ. അതിൻ്റെ അർത്ഥം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈ ഹെഡിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ എൻട്രി ചെയ്യുന്നുണ്ട് ഇവിടെ, ഈ ഹെഡിങ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റോയിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് ഇൻസെർട്ട് എന്ന് പറയണം. എന്നിട്ട് നമ്മൾ പറയണം എൻ്റെ റോ പറയുക, ഓക്കെ പറയുക. അപ്പം ഈ ഹെഡിങ് കഴിഞ്ഞിട്ട് നമ്മളൊരു റോ ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇത്രയും ഭാഗം ഇങ്ങനെ കോപ്പി ചെയ്യണം. ഇത്രയും ഭാഗം നമ്മളവിടെ കൊണ്ട് വെക്കാൻ പോവാം. ഇത്രയും ഭാഗം കോപ്പി ചെയ്തിട്ട് നമ്മൾ ഹോമിൽ എന്ത് പറയണം? കോപ്പി എന്ന് പറയണം. കോപ്പി പറഞ്ഞു. എന്നിട്ട് അത് എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇത്രയും ഭാഗം കോപ്പി ചെയ്ത് നമ്മൾ ഇവിടെ എന്തടിക്കുന്നോ അതിവിടെ വരണമെന്ന് പറയുകയാണ്. അതിനുവേണ്ടി നമ്മളിങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് എടുക്കരുത്. ഇവിടെ വന്ന് പേസ്റ്റ് സ്പെഷ്യൽ എടുക്കണം. എന്നിട്ടിവിടെ ട്രാൻസ്പോസ് എന്ന് പറയണം. ട്രാൻസ്പോസിൻ്റെ തിരിച്ചിടും. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ എന്തടിച്ചോ അത് ഞാനിവിടെ കൊണ്ട് കോപ്പി ചെയ്ത് വെച്ചു. ഇത്രയും മനസ്സിലായല്ലോ? ഇവിടെ കൊണ്ട് ഞാനിവിടെ അടിച്ചതെല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കോപ്പി ദ ഡേറ്റ ആൻഡ് സെലക്ട് പേസ്റ്റ് സ്പെഷ്യൽ ആൻഡ് ട്രാൻസ്പോസ്. ഓക്കെ, ഇത്രയും മനസ്സിലായി. അടുത്ത എന്താണ്? എല്ലാം കോപ്പി ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഭാഗം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. എത്ര? ഈ ടോട്ടൽ ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. ഇത്രയും ഭാഗം യൂണിപ്രൈസ് വരെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ സ്റ്റെപ്പിൽ പറയുന്നുണ്ട് എന്താണ്? ഡിലീറ്റ് ഡേറ്റ റേഞ്ച്. നമ്മളിവിടെ വന്ന് ആ ഡേറ്റ ഉള്ളതൊക്കെ ഇത് ഒരിക്കലും ഡിലീറ്റ് ചെയ്യേണ്ട. ഇത് ഫോർമുലയാണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട. പിന്നെ എന്താ പറയുന്നത്? സ്റ്റോപ്പ് റെക്കോർഡിങ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തല്ലോ, ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വ്യൂ എടുത്തിട്ട് നമ്മളെന്ത് പറയണം? സ്റ്റോപ്പ് റെക്കോർഡിങ്. സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ റെക്കോർഡിങ് ഇതുവരെ ഉള്ളത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ സേവ് ബട്ടനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് നമ്മൾ അസൈൻ മൈക്രോ എന്ന് പറയണം. അസൈൻ ചെയ്യുക. ഇതിനകത്ത് അസൈൻ ചെയ്ത് ഏത് ഫയൽ വാട്ടാ? ABCD എന്നൊരു ഫയൽ വാട്ടാ ഞാനിപ്പം ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ. എന്നിട്ട് ഞാൻ ഇതുമായിട്ട് കണക്റ്റഡ് ആക്കി. പ്രത്യേകം പറയുന്നുണ്ട് സ്റ്റോപ്പ് റെക്കോർഡിങ്, അസൈൻ ദ മൈക്രോ വിത്ത് മൈക്രോ നെയിമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. ഇനി എൻ്റർ ഡേറ്റ ആൻഡ് സേവ്. ഇനിയാണ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഐറ്റം കോഡ് അടിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനൊരു ഐറ്റം കോഡ് അടിച്ചു കൊടുത്തു. ഐറ്റം നെയിം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ വരെയാണ്? കമ്പ്യൂട്ടറും ഒക്കെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റം നമുക്കിവിടെ എൻ്റർ ചെയ്യാം. സ്പീക്കറിന് എൻ്റർ ചെയ്യാം. അപ്പോൾ സ്പീക്കർ ഇവിടെ ഇല്ലല്ലോ, ഇതിനകത്ത് സ്പീക്കർ കാണുന്നില്ലല്ലോ. ഞാനിവിടെ വന്നിട്ട് എൻ്റെ അടിച്ചു കൊടുത്തു. സ്പീക്കർ കാണാൻ പറ്റുമോ? ഇവിടെ വന്നിട്ട് സ്പീക്കറിന് അടിച്ചു കൊടുക്കാം. ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു 5 നമ്പേഴ്സ്. യൂണിറ്റ് പ്രൈസ് എത്രയാണ്? ഞാൻ പറഞ്ഞു അതിനൊരു 3000 റുപ്പി ആയിട്ടുണ്ട്. എന്നിട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല, നമ്മളിവിടെ വന്നു. ഇവിടെ ആൻസറൊക്കെ വന്നിട്ട് ഇവിടെ സേവ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്പീക്കറിന് വരുവേ സേവ്. നമുക്ക് നോക്കാമല്ലോ. ഉണ്ടോ? നമ്മൾ അടിച്ച സ്പീക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പീക്കർ കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നത് മൗസ് എന്നാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മൗസ് ഇല്ലല്ലോ, ഉണ്ടോ? മൗസ് ഇല്ല, മൊബൈലാണ് അത്, മൗസ് ഇല്ല. ഞാൻ മൗസ് എൻ്റർ ചെയ്യാൻ പോവാണ്. കസ്റ്റമർ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐറ്റത്തിൻ്റെ കോഡ് അടിച്ചു.
ഇവിടെ ഞാൻ എന്തടിക്കുന്നു, മൗസ് എന്നടിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം താഴെ ഉണ്ടോ എന്നുള്ള കാര്യം. ഉണ്ട്, സ്പീക്കർ വരെയാണ് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത്. മൗസ് ക്വാണ്ടിറ്റി എത്രയാണ്? 5 മൗസാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഒരു മൗസിന് 500 റുപ്യാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്ര എൻട്രി ഇട്ട് ഞാൻ ഡൗൺ ആരോ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ആൻസർ വന്ന് കയറി. ഇനി ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഞാനിവിടെ സേവ് എന്ന് പറയുമ്പം മാത്രം ഇവിടെ മൗസ് വരത്തുള്ളൂ. നമുക്ക് നോക്കാമല്ലോ. ഞാൻ സേവ് എന്ന് പറഞ്ഞു. സേവ് എന്ന് പറയുമ്പം ഉണ്ടോ ഇവിടെ മൗസ് കയറി വന്നു. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡേറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യാം. വളരെ യൂസ്ഫുള്ളാണ്, വളരെ എളുപ്പവുമാണ് ഇത് ചെയ്യാൻ. അല്ലേ നമ്മൾ ഓരോന്നും സെല്ല് ഇങ്ങനെ നീക്കി നമ്മളിങ്ങനെ ടൈപ്പ് അടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടൈപ്പ് അടിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലൊരു ഡേറ്റ എൻട്രി ഫോം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടൈപ്പ് അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ എൻട്രി ചെയ്താൽ മതി. അത് ഇക്വേഷൻ വരെ കണ്ടില്ലേ, ഫോർമുലാസ് വരെ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കബിളാണ്. ഇപ്പോൾ ഫോർമുലാസ് നമ്മളിവിടെ എൻട്രി ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല വരെ വന്നു. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റെപ്പ് എഴുതി വെച്ചേക്കുന്നത് എന്താണ്, അപ്പം ഇങ്ങനെ ഡേറ്റ വിൽ ബി ഇൻസെർട്ട് ഓൺ ദ ടേബിൾ. ഫസ്റ്റ് എന്ത് ചെയ്യണം, ടൈപ്പ് ഓൾ ദ ഫോർമാറ്റ് as it is. അതിൻ്റെ അർത്ഥം ഇതുപോലുള്ള ഫോർമാറ്റൊക്കെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കുക. അടുത്ത് എന്ത് ചെയ്യും, വ്യൂ എടുത്ത് മൈക്രോ എടുത്ത് റെക്കോർഡ് മൈക്രോ എടുത്ത് നമ്മൾ പേര് കൊടുക്കുക. വ്യൂ എടുത്തു, ഇവിടെ വ്യൂ എടുത്തു, റെക്കോർഡ് മൈക്രോ എടുത്തിട്ട് പേര് കൊടുത്തു. ഇൻസെർട്ട് 1 more row ആഫ്റ്റർ ഹെഡിങ് ഓൺ ദ ടേബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഈ ടേബിളിൻ്റെ ഇവിടെ സെക്കൻഡ് റോയിൽ വന്നിട്ട് ഇവിടെ സെക്കൻഡ് റോയിൽ ഹെഡിങ് കഴിഞ്ഞിട്ട് ഒരു റോ ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കണം. ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക, മനസ്സിലായല്ലോ. ഇവിടെ വന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യണം, പിന്നെ ഇൻസെർട്ട് ചെയ്തിട്ട് പിന്നെ ഇൻസെർട്ട് ചെയ്യേണ്ട ടേബിൾ കോപ്പി ഡേറ്റ. ഇവിടുന്ന് നമ്മൾ കോപ്പി എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ഭാഗം കോപ്പി എടുക്കുക, പേസ്റ്റ് എടുക്കുക, ഇവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ട് പേസ്റ്റ് സ്പെഷ്യൽ എടുത്തിട്ട് ട്രാൻസ്പോസ് എന്ന് പറയണം. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം, ഡിലീറ്റ് ഓൾ ദ റേഞ്ച് ഫ്രം. ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ട്രാൻസ്പോസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്ന എല്ലാ റെക്കോർഡും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ടോ പിന്നെ നമ്മളെന്താ ചെയ്തത്, ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ സ്റ്റോപ്പ് റെക്കോർഡിങ്. പിന്നെ നമ്മൾ റെക്കോർഡിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അസൈൻ ദ മൈക്രോ. ഇവിടെ വന്ന് ഇതും മൈക്രോ ആയിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് പിന്നെ എൻ്റർ ദ റെക്കോർഡ് നമ്മൾ എൻ്റർ ചെയ്യുക. സേവ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഡേറ്റ വിൽ ബി ഇൻസെർട്ട് ഓൺ ദ ടേബിൾ. ഞാൻ ഒരു തവണയുടെ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഉണ്ടോ ഇങ്ങനെ നമ്മൾ അടിക്കുക. നമ്മൾ ലാസ്റ്റ് നിൽക്കുന്ന മൗസാണേ. നമുക്കിപ്പം അടുത്തത് ഞാൻ മൊബൈലിൽ നിന്ന് അടിക്കാൻ പോവാം. മൊബൈലടിച്ചു, ക്വാണ്ടിറ്റി 2, മൊബൈലിന് ഒരു 30,000 ആയിക്കോട്ടെ. 30,000 അടിച്ചു, ഡൗൺ ആരോ പ്രസ് ചെയ്തു. കണ്ടോ, അപ്പോൾ നമുക്ക് ഡൗൺ ആരോയിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ മൗസാണ് നിൽക്കുന്ന, ഓർമ്മയുണ്ടോണ്ട് മൗസാണ്. ഇവിടെ സേവ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഉണ്ടോ മൊബൈൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫോർമുലാസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇങ്ങനെയാണ് നമുക്കൊരു ഡേറ്റ എൻട്രി ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.